ആഷാഢഗുപ്ത നവരാത്രിയാണ് ജൂലൈ 6 മുതൽ 15 വരെയുള്ള പുണ്യദിനങ്ങൾ. ശക്തി ആരാധനയ്ക്ക് വളരെ പ്രസിദ്ധമായ, പ്രത്യേകിച്ച് തപസ്സനുഷ്ഠിക്കാനും ജപധ്യാനാദികൾക്കും യജ്ഞങ്ങൾക്കുമൊക്കെ ഉത്കൃഷ്ടമായ കാലമായിട്ടാണ് പണ്ടുകാലത്ത് ഈ ഗുപ്ത നവരാത്രി കാലം അറിയപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് ആത്മീയമായ ഉന്നതി നേടാനുള്ള അതിരഹസ്യമായ സാധനാരീതിയായിട്ട്, ആരാധനാരീതിയായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ദുരിത നിവാരണത്തിനായിട്ട് വളരെ പ്രശസ്തിയാർജിച്ച ആരാധനാരീതിയാണ് ശക്തി ആരാധന. ഭൂരിഭാഗം പ്രദേശങ്ങളിലും സപ്തമാതൃക്കളിലൊരാളായ വാരാഹി ദേവിയെയാണ് ആഷാഢ നവരാത്രി കാലത്ത് ആരാധിക്കുന്നത്. ഭൗതിക സമൃദ്ധി ചൊരിയുന്ന വാത്സല്യമൂർത്തിയായ അമ്മയാണ് വാരാഹി ദേവി. അതുപോലെ തന്നെ ഭദ്രകാളിയെ ശാകംഭരീ ദേവിയായിട്ട് ആരാധിക്കുന്നത് കൊണ്ട് തന്നെ ഈ ആഷാഢഗുപ്ത നവരാത്രി ശാകംഭരീ നവരാത്രിയായിട്ടും അറിയപ്പെടുന്നു. ആഷാഢമാസക്കാലം വേദമാസമായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വേദമാതാവിനെ ആരാധിക്കാനുള്ള പുണ്യമായ കാലമായിട്ടും ആഷാഢമാസത്തെ കണക്കാക്കുന്നു. പ്രത്യേകിച്ച് ഗായത്രി മാതാവിൻ്റെ ഗായത്രി ജയന്തി വരുന്നതും ഈ മാസത്തിലാണ്. ഗായത്രി വേദമാതാവായിട്ടാണ് ഗായത്രി ദേവി അറിയപ്പെടുന്നത്. സർവമന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി. ഗായത്രിയിൽ നിന്നും മാറി മറ്റൊരു മാതാവില്ല, മാതാവിൽ നിന്നും മാറി മറ്റൊരു ഈശ്വരനില്ല എന്നാണ് ഭഗവാൻ മനു ഒരു ശ്ലോകത്തിലൂടെ വിശേഷിപ്പിക്കുന്നത്. ന ഗായത്ര്യ പരാ മാതാ ന മാതു പരദൈവതം. ഒരമ്മ എത്ര സ്നേഹത്തോടു കൂടിയാണോ വാത്സല്യത്തോടു കൂടിയാണോ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഗായത്രി മാതാവും ഗായത്രി മന്ത്രവും ഭക്തരെ സംരക്ഷിക്കുന്നതും ബുദ്ധിയും മനസ്സും ജീവിതവുമൊക്കെ പ്രചോദിപ്പിക്കപ്പെടുത്തുന്നതും. എവിടെയാണോ ആരാണോ ഗായത്രി ജപം നടത്തുന്നത് അവിടെ ബ്രഹ്മപ്രകാശം നിലനിൽക്കും, അവരുടെ ജീവിതം സഫലമാകും എന്നാണ് പറയാം. 4 വേദങ്ങളടക്കം നമ്മൾ എന്തൊക്കെ അധ്യയനം ചെയ്താലും ഗായത്രി ജപമില്ലെങ്കിൽ ആ പരിശ്രമങ്ങളെല്ലാം പാഴായി എന്ന് കരുതണം എന്നാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. ഒന്നും അറിയാത്ത ഒരു സാധാരണ വ്യക്തിക്ക് പോലും ദൈവീകതയിലേക്ക് ഉയരാനായിട്ട് ഈ ഒരൊറ്റ മന്ത്രം മതി എന്നാണ് ആചാര്യമതം. ഭഗവത പുരാണത്തിൽ പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ദിനം എന്ന്. ഞാൻ മുമ്പും ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവാന്റെ ഒരു ദിനം ആരംഭിക്കുന്നത് ധ്യാനത്തിലൂടെയും ഗായത്രി ജപത്തിലൂടെയാണ്. പിന്നെയാണ് ഭഗവാൻ നിത്യകർമ്മങ്ങളിലേക്ക് പോകുന്നത്. ഗായത്രി ജപത്തിലും ധ്യാനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിയിൽ അവരറിയാതെ തന്നെ അതിശക്തമായ ഒരു വൈദ്യുതി പ്രവാഹമുണ്ടാകുമെന്നും അതാണ് ശരീരത്തിനു ചുറ്റും ഒരു പ്രകാശവലയം സൃഷ്ടിക്കപ്പെടുന്നത് എന്നും അതിനെയാണ് ഓറ എന്ന് പറയുന്നതും എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നമ്മൾ ദേവന്മാരുടെയൊക്കെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അവരുടെ ശിരസിന് ചുറ്റും അല്ലെങ്കിൽ ശരീരത്തിന് മൊത്തമായിട്ടൊക്കെ ഒരു ഓറ വരച്ച് വയ്ക്കുന്നത് കാണാറുണ്ടല്ലോ. ശരീരത്തിലൂടെ അതിശക്തമായ വൈദ്യുത കണങ്ങൾ പ്രവഹിക്കുമ്പോൾ അന്നേരം പുറന്തള്ളപ്പെടുന്ന ഇലക്ട്രോണുകളാണ് ഇങ്ങനെ കാണപ്പെടുന്ന ഓറ എന്നാണ് ശാസ്ത്രം വിലയിരുത്തുന്നത്. ഗായത്രി ജപം ചെയ്യുന്നതിലൂടെ നമ്മുടെ ശരീരത്തിനുള്ളിൽ രൂപപ്പെടുന്ന അമിത വൈദ്യുതി, അതാണ് നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു പ്രകാശവലയം. അത് അനുകൂലമായ നിറങ്ങളോടുകൂടിയാണ് കാണപ്പെടുന്നത്. ഒരു മന്ത്രോപാസകനാണെങ്കിൽ ആ പ്രകാശവലയത്തെ സ്വന്തം നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും അത്രേ. ഭാരതത്തിലെ ആചാര്യന്മാരും ഋഷീശ്വരന്മാരൊക്കെ ഇത് നേരത്തെ തിരിച്ചറിയുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ പ്രകാശവലയത്തെക്കുറിച്ച് ഓറയെക്കുറിച്ചൊക്കെ അവർ ഇത്ര കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഈ ഓറയെ ഫോട്ടോഗ്രാഫിയിലൂടെ പകർത്താൻ സാധിക്കും എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. അതിനുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ക്രില്യൻ ഫോട്ടോഗ്രാഫി. എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. നിരന്തരമായി ഗായത്രി ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ തലച്ചോറിൽ ബീറ്റ മുതൽ ഡെൽറ്റ വരെയുള്ള വൈദ്യുതി തരംഗങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നാണ്. അങ്ങനെയുള്ള ഒരാളുടെ തലച്ചോറിന് ചുറ്റും രൂപപ്പെടുന്ന പ്രഭാവലയത്തിൻ്റെ ആഴത്തെ ക്രില്യൻ ഫോട്ടോഗ്രാഫിയിലൂടെ എടുക്കാൻ സാധിക്കും അത്രേ. വേദമാതാവായ ഗായത്രിയാണ്, അതായത് 4 വേദങ്ങളുടെയും മാതാവ്.
ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇവയാണ് 4 വേദങ്ങൾ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതം സംഭാവന ചെയ്ത ഈ 4 വേദങ്ങളും വേദാന്തവും ഒക്കെ ഉത്ഭവിച്ചത് ഗായത്രി മന്ത്രത്തിൽ നിന്നാണത്രേ. ഈ അറിവ് തന്നെ ആ വിശ്വമഹാമന്ത്രത്തിൻ്റെ ആഴവും പരപ്പും എത്രയാണ് എന്ന് വ്യക്തമാക്കുന്നതാണല്ലോ. അതീവ ശക്തിയാർന്ന വൈദിക മന്ത്രം, മഹാമന്ത്രം ആണ് ഗായത്രി. ഈ വിശ്വത്തിൽ കാണപ്പെടുന്ന സ്ഥാവരവും ജംഗമവുമായ ജീവികളുടെ എണ്ണം 19 എന്നാണ് കണക്ക്. ആ 19ൻ്റെ കൂടെ പഞ്ചഭൂതങ്ങൾ, അതായത് 5 കൂടി ചേർക്കപ്പെടുമ്പോൾ 24. അതുകൊണ്ടാണ് ഗായത്രി മന്ത്രത്തിന് 24 അക്ഷരങ്ങൾ എന്നാണ് മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ പറയുന്നത്. ഗായത്രി മഹാമന്ത്രത്തെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഒരു കഥയുണ്ട്. അതായത് ഇതൊരു കേവലം കഥയല്ല, മറിച്ചൊരു അനുഭവമാണ്. ഒരിക്കൽ ഒരാൾ ഒരു യഥാവിധിയല്ലാതെ, അതായത് ഗുരുമുഖേന അല്ലാതെ നിത്യേന ഗായത്രി മന്ത്രജപം നടത്തിക്കൊണ്ടിരുന്നിരുന്നു. എന്നാൽ ഒരുപാട് കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം മന്ത്രജപം നിർത്തുന്നു. എന്നാലും തൻ്റെ ആഗ്രഹ നിവർത്തിക്ക് വേണ്ടിയിട്ട് ജപിക്കുമല്ലോ. പിന്നെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു ദേവതയെ ആരാധിക്കാൻ തുടങ്ങി, ഉപാസിക്കാൻ തുടങ്ങി. അധിക നാൾ വൈകാതെ തന്നെ ആ ദേവത പ്രത്യക്ഷപ്പെടുകയും വരം എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ അന്നേരം ആ ഭക്തന് ദേവിയുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അതും തന്നെ തൻ്റെ പുറകിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോഴും ദേവിയെ കാണാൻ സാധിക്കണില്ല. പക്ഷേ ശബ്ദം കേൾക്കുന്നത് പുറകിൽ നിന്നാണ്. അങ്ങനെ ഭക്തൻ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു സംശയം, അങ്ങ് എവിടെയാണ്? എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. അന്നേരം ദേവി പറയും, ഞാൻ നിൻ്റെ പുറകിലുണ്ട്, വരം ചോദിച്ചോളൂ, ഞാൻ അനുഗ്രഹം നൽകാമെന്ന് പറയും. അന്നേരം ഭക്തന് ഭയങ്കര ആശ്ചര്യമാണ്. എൻ്റെ പുറകിലോ? എന്തുകൊണ്ട് എൻ്റെ മുമ്പിൽ വന്ന് എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കില്ല? അന്നേരം ദേവി പറയും, അത് പറ്റില്ല. നീ ഗുരുമുഖേനല്ല, യഥാവിധിയല്ല, എങ്കിൽ കൂടിയും നീ ഒരുപാട് നാൾ ഗായത്രിയെ ജപിച്ചു വന്നിരുന്ന ഒരു ഭക്തനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിൻ്റെ മുന്നിൽ നിൽക്കാൻ സാധിക്കില്ല. ഒരുപാട് ഗായത്രി ദേവിയാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് നീ എന്ന് പറയാണ് ദേവി. അങ്ങനെ പറഞ്ഞ് ആ ദേവി ആ ഭക്തന് വരം നൽകി മടങ്ങിപ്പോയി എന്നാണ് കഥ. ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത് ഗായത്രി മന്ത്രത്തിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കാനാണ്. അതായത് നമ്മൾ എപ്പോഴാണോ ഗായത്രി മന്ത്ര ജപത്തിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ ഉടനെ ആ വ്യക്തിയിൽ ആത്മീയമായും ഭൗതികമായും ഒരു ഉയർച്ച ഉണ്ടാകാൻ തുടങ്ങി എന്നാണ് അർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ യഥാവിധി ജപവും ധ്യാനമൊക്കെ ചെയ്താലുണ്ടാകുന്ന ഒരു മാറ്റം അത് എടുത്തു പറയാൻ സാധിക്കില്ല. ഗായത്രി ഉപാസനയ്ക്ക്, ശക്തി ആരാധനയ്ക്ക്, വാരാഹി ആരാധനയ്ക്ക്, ഭദ്രകാളി ആരാധനയ്ക്ക്, എല്ലാത്തിനുപരി ആദിപരാശക്തിയായ ആ ശക്തിയെ ആരാധിക്കാനുള്ള ഏറ്റവും പ്രധാനമായ 9 ദിനങ്ങളാണ് നാളെ മുതൽ. ഈ 9 ദിവസവും ലളിതാ സഹസ്രനാമ പാരായണം നടത്തുക, ദേവീ മഹാത്മ്യം വായിക്കുക, ദേവീ ഭാഗവതം വായിക്കുക, എല്ലാം വളരെ ശ്രേഷ്ഠമായ ഇരട്ടി ഫലദായകമായ കാര്യങ്ങളാണ്. വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുന്നവർക്ക് വ്രതമനുഷ്ഠിക്കാം, ഉപാസന ചെയ്യാം. കലശം സ്ഥാപിച്ച് പൂജിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ആരാധന നടത്താം. ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ ജപം, ധ്യാനം നടത്തിയാലും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. എല്ലാവർക്കും ഈ ശക്തി ആരാധന കാലം സർവ്വ ഐശ്വര്യങ്ങളും നേടിത്തരുന്നതാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം.